അടുത്ത റിപ്പോർട്ടിലേക്ക്. രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. രാഷ്ട്രപതി ഭവനിൽ രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രധാന നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. നോബൽ മാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ. നോബൽ, ഗുഡ് മോർണിംഗ്. രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായാണ് CP രാധാകൃഷ്ണൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആരൊക്കെയായിരിക്കും ചടങ്ങിൽ പങ്കെടുക്കുക? സൂചിപ്പിച്ചത് പറഞ്ഞ രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. രാവിലെ രാഷ്ട്രപതി ഭവനിൽ വർണ്ണാഭമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. 10 മണിക്ക് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കും. ദ്രൗപദി മുർമു രാഷ്ട്രപതി സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കേന്ദ്രമന്ത്രിമാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ, BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം ഇതിൽ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത്. എന്താണെങ്കിലും വലിയ വർണ്ണാഭമായ ചടങ്ങ് തന്നെയാണ് എന്താണെങ്കിലും ഇപ്പോൾ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ജഗദീപ് ധൻകർ, അദ്ദേഹത്തിന്റെ അനാരോഗ്യം ഒരു കാരണമായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ പദവി ഒഴിഞ്ഞത്. പക്ഷെ അപ്പോഴും സർക്കാരുമായുള്ള വലിയ തർക്കങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് ജഗദീപ് ധൻകറിന് ആ പദവിയിൽ നിന്ന് രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്ന് എല്ലാവർക്കും അറിയാം. അതിനു പിന്നാലെയാണ് CP രാധാകൃഷ്ണൻ, പ്രത്യേകിച്ച് RSസുമായി അടുത്തു നിൽക്കുന്ന, എക്കാലവും RSന് ഏറ്റവും പ്രാധാന്യപ്പെട്ട അത്തരത്തിലുള്ള നേതാവാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതിയിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനും ഒപ്പം സർക്കാരിന്റെ നിലപാടുകൾക്കൊക്കെ പൂർണ്ണമായി പിന്തുണ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ രാജ്യസഭയിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം, പ്രത്യേകിച്ച് രാജ്യസഭാ ചെയർമാൻ കൂടിയാണ്, അദ്ദേഹത്തിന്റെ പ്രവർത്തനം സ്വാഭാവികമായും ഭരണപക്ഷത്തിന് അനുകൂലമായിരിക്കും എന്നതിലും സംശയങ്ങൾ വേണ്ട. ഇതിലൊക്കെ പ്രതിപക്ഷം നേരിയ വിമർശനങ്ങളും ആശങ്കകളും ഒക്കെ ഉണ്ട് താനും. പ്രതിപക്ഷ സ്ഥാനാർത്ഥി സുദർശൻ റെഡ്ഡിയെ 152 വോട്ടുകൾക്കാണ് CP രാധാകൃഷ്ണൻ പരാജയപ്പെടുത്തുകയും ഒപ്പം അദ്ദേഹം ഉപരാഷ്ട്രപതി പദത്തിലേക്ക് വിജയിച്ച് കയറുകയും ചെയ്ത്. നേരത്തെ പുതുച്ചേരി ഗവർണർ, അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര ഗവർണർ അടക്കമുള്ള പദവികൾ വഹിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ എല്ലാ ചടങ്ങുകൾക്കും വലിയ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിനുപോലെ തന്നെ ഒരുക്കങ്ങളെല്ലാം ഉദ്യോഗസ്ഥലത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 10 മണിക്ക് സത്യപ്രതിജ്ഞ നടക്കും. പുതിയ ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്യും. ശരി, നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.